ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിലേക്ക് ഒരു ചോദ്യം കൂടി. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ നിർമ്മൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ തെളിവ് ഹാജരാക്കേണ്ടതുണ്ട്, ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തെളിവ് കാണിക്കേണ്ടതുണ്ട്. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട നമ്മുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലരെങ്കിലും അമേരിക്കയിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു. അതിൽ റാണയെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടേയുള്ളൂ. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അവിടെ ഒരു നിയമയുദ്ധം നടത്തി പരാജയപ്പെട്ട ശേഷമാണ് ഇന്ത്യക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുംബൈ ആക്രമണത്തിൻ്റെ ഒരു അനുഭവം അവിടെയുണ്ട്. അപ്പോൾ മുൻ ആക്രമണങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചാൽ പോരെ, അതല്ലാതെ ഇതിൽ കൃത്യമായ തെളിവ് അങ്ങ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നതാണോ? ഓരോ പ്രാവശ്യവും അന്താരാഷ്ട്ര സമൂഹം പലപ്പോഴും ചില ഇരട്ടത്താപ്പുകൾ കാട്ടാറുണ്ട്. ഓരോ ആക്രമണവും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് കാണുന്നത്. ഓരോ പ്രാവശ്യവും പാകിസ്ഥാൻ പറയുന്നു ലഷ്കർ ഇ തോയ്ബ എന്ന തീവ്രവാദ വിഭാഗവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. അടുത്ത പ്രാവശ്യം ജയ്ഷെ മുഹമ്മദ് ആയിരിക്കും ആക്രമണം നടത്തുന്നത്. അപ്പോൾ അവർ പറയും അതുമായി ബന്ധമില്ല. അതുകൊണ്ട് ഓരോ തീവ്ര ആക്രമണത്തെയും ഭീകരാക്രമണത്തെയും വെവ്വേറെ കാണേണ്ടതാണ്. വെവ്വേറെ സ്ഥലങ്ങളിലാണ്, വെവ്വേറെ സാഹചര്യങ്ങളിലാണ്. ഇതിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ, ആ രീതിയിൽ അത് സമ്മതിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവാത്തത് കൊണ്ട് അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയെ നമ്മൾ കാരണം ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഔപചാരികത മാത്രമാണ്, ഒരു ധാർമ്മികമായ കാര്യം മാത്രമാണ്. കർശനമായ നടപടികളിലേക്ക്, ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിലേക്ക് ഭാരതം നിലപാട് കടുപ്പിക്കുമ്പോൾ അതിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇന്റർനാഷണൽ റിപ്പർക്കഷൻസ് അത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി തന്നെ ഭാരതം മറ്റ് രാജ്യങ്ങളെ കോൺഫിഡൻസിലെടുക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, പാകിസ്ഥാൻ ചെയ്തത് നോക്കൂ. ഭാരതം ഒരു ട്രീറ്റിയിൽ നിന്നും പിൻവാങ്ങി, അല്ലെങ്കിൽ 1960 ട്രീറ്റിയിൽ നിന്നും, സിന്ധു നദി ജല ഷെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കരാറിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? പ്രധാനപ്പെട്ട ഒരു കരാറിൽ, ബൈലാറ്ററലിസം ഊന്നിപ്പറയുന്ന ഷിംല എഗ്രിമെന്റ് 1972 സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ഒപ്പുവെച്ച ആ വിഖ്യാതമായ ട്രീറ്റിയിൽ നിന്നും പിൻവാങ്ങി എന്ന് പറയുമ്പോൾ ദർ ഇസ് എ 3-dimensional ഇമ്പാക്ട്. സ്മൃതി, അതിലെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് വെടിനിർത്തൽ എന്നത് പിന്നെ തുടരും എന്നതാണ് ഒരു ഡയമെൻഷൻ. 1947 നിയന്ത്രണ രേഖയുണ്ടല്ലോ, അത് ഇന്ത്യ സ്വതന്ത്രമായി, പാകിസ്ഥാൻ സ്വതന്ത്രമായി ആ സമയത്തെ അതേ നിയന്ത്രണ രേഖ, വെടിനിർത്തൽ രേഖ എന്നത് നിയന്ത്രണ രേഖയായി, ലൈൻ ഓഫ് കൺട്രോൾ LOC ആയി അംഗീകരിച്ചുകൊണ്ട് അതിനെ വെടിനിർത്തൽ, അവിടെ ഒരു രീതിയിലുള്ള കടന്നുകയറ്റങ്ങളും ഉണ്ടാവില്ല എന്ന് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ തീർച്ചയായും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കോ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കോ ഔപചാരികമായ ആക്രമണങ്ങൾ ഉണ്ടാവില്ല, പ്രഖ്യാപിത യുദ്ധം ഉണ്ടാവില്ല. അങ്ങനെ പ്രഖ്യാപിത യുദ്ധമൊന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ അപ്രഖ്യാപിതമായ അനേകം നുഴഞ്ഞുകയറ്റങ്ങൾ, കാർഗിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിത യുദ്ധത്തിന്റെ ഗണത്തിൽപ്പെടുന്ന കാര്യങ്ങളായിരുന്നില്ല. 71 യുദ്ധം മാത്രമാണ് പ്രഖ്യാപിത യുദ്ധം എന്ന് പറയുന്നത്. അത് അവസാനിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ സിംല എഗ്രിമെന്റ് 72 സംഭവിച്ചത്. ഇത് നോക്കൂ, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതൊന്നുമാണെന്നല്ല എനിക്ക് തോന്നുന്നത്. ബംഗ്ലാദേശാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. സിംല അക്കോർഡിലെ ഒരു പ്രധാന പ്രൊവിഷനായിരുന്നു ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കുക. അതിനർത്ഥം ഇന്ത്യ ഇടപെട്ട് നേടിക്കൊടുത്ത ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പാകിസ്ഥാനിൽ വിവിസെക്റ്റഡ്, അത് പാകിസ്ഥാൻ കൂടി അംഗീകരിക്കുന്ന ഒരു തീരുമാനമാണ് ബൈലാറ്ററൽ ഒരു ട്രീറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അംഗീകരിച്ചു. ബംഗ്ലാദേശ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ഇപ്പോൾ പറയുന്നു ബംഗ്ലാദേശ് അങ്ങനെയല്ല. അപ്പൊ ബംഗ്ലാദേശിൽ അനുകൂല ഒരു ഭരണകൂടം ഇപ്പോഴുണ്ട്. സ്മൃതി, ബംഗ്ലാദേശിൽ ഇപ്പോൾ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഭരണകൂടം ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ കിഴക്ക് ശ്രമിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്നുകൊണ്ട് പാകിസ്ഥാനും ശ്രമിക്കുന്ന അവർ കൈകോർക്കാനുള്ള ഒരു സാധ്യത, അതിനോടൊപ്പം ചൈന കൂടി കടന്നു വരുമെന്ന മോഹമാണ് പാകിസ്ഥാൻ. അത് കേവലം വ്യാമോഹമാണെന്ന് ഇനി തെളിയാൻ പോവുകയാണ്. സ്മൃതി, ശരി.